And although it's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിലെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫേഴ്സിൽ വരുന്ന മാർക്കറ്റ് പ്രൈസിൽ വരുന്ന ട്രാൻസ്ഫേഴ്സ് ആണ്. കോസ്റ്റ് പ്രൈസിൽ വരുന്ന ട്രാൻസ്ഫേഴ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിലെ ട്രാൻസ്ഫേഴ്സ് വരുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ മാർക്കറ്റ് പ്രൈസിലെ ട്രാൻസ്ഫേഴ്സ് വരുമ്പം അത് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ട്രാൻസ്ഫേഴ്സ് വരും അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം, സർവീസസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം ഇവിടെ പറയുന്നത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുവാണ്, അത് മാർക്കറ്റ് പ്രൈസിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസിലല്ല, മാർക്കറ്റ് പ്രൈസിലാണ്. എന്നുവെച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു വേറെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, എയുടെ ഗുഡ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോസസ്സിങ്ങിന് വേണ്ടായിരിക്കും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എയുടെ റോ മെറ്റീരിയൽസ്, എയുടെ ഫിനിഷ് ഗുഡ്സ് ആയിരിക്കും ബിയുടെ റോ മെറ്റീരിയൽസ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ മെയിനായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പം എയുടെ ഗുഡ്സ് ബിയുടെ കയ്യിലുണ്ടല്ലേ, അത് ബിയുടെ കയ്യിൽ നിന്ന് സെയിലായി പോകുന്നത് വരെ എന്ന് വെച്ചാൽ അത് സ്റ്റോക്കിലുള്ളിടത്തോളം കാലം നമുക്കത് എയുടെ കേസിൽ സെയിൽ എന്ന് പറയാൻ പറ്റില്ല. എ ബിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു, പക്ഷെ അത് ഔട്ട്സൈഡ് സെയിലിലേക്ക് പോയില്ല. പ്രോസസ്സിങ് കഴിഞ്ഞ് ഔട്ട്സൈഡേഴ്സിന് സെയിൽ ചെയ്യുന്നത് വരെ അതിനെ നമുക്ക് സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനകത്തുള്ള പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണല്ലോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിസർവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. സ്റ്റോക്കിലുള്ള പ്രോഫിറ്റ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. സ്റ്റോക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് അത് നമ്മൾ റിസർവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അത് നമ്മൾ സെയിലായില്ല, സെയിലായത് മാത്രമേ നമുക്ക് അതിനെ പ്രോഫിറ്റ് ആയിട്ട്, ആക്ച്വൽ പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈ കാൽക്കുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഇൻ മാർക്കറ്റ് പ്രൈസിൽ വരുന്നത്. ഓഫൺ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് അറ്റ് സെല്ലിംഗ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ സച്ച് ട്രാൻസാക്ഷൻസ് ആർ മിയർ ട്രാൻസ്ഫേഴ്സ് ആൻഡ് നോട്ട് ആക്ച്വൽ സെയിൽസ്. അപ്പൊ ഇത് ശരിക്കും ട്രാൻസ്ഫർ മാത്രമാണ്, ആക്ച്വൽ സെയിൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. Therefore, departments cannot earn anything by inter-departmental transfers. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ട്രാൻസ്ഫർ ആണ്, അതിൽ ഏർണിങ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇൻ സച്ച് കേസസ് the profit included in the selling price cannot be considered as true profit of the organization as long as the goods are not sold out by the transferee department. ഇപ്പൊ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് അതിനെ സെയിൽ ചെയ്യുന്നത് വരെ നമുക്കതിന് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് നമുക്കത് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ദസ് എ പ്രോപ്പർ റിസർവ് ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ അൺസോൾഡ് സ്റ്റോക്ക്. അപ്പൊ സ്റ്റോക്കിൽ കിടക്കുന്ന അത്രയും പ്രോഫിറ്റിന് നമ്മളൊരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് നമ്മളൊരു റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്. ദ ട്രീറ്റ്മെന്റ് ഇസ് ഗിവൺ ബിലോ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Unrealized profit in unsold goods should be debited to the transferor department in the form of stock reserve. ഇപ്പൊ നമ്മൾ പണ്ടേ പഠിച്ചതാണല്ലേ, ഇതൊക്കെ നമ്മളോടാണോ കളിയല്ലേ? നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിലല്ല, നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഇതൊക്കെ പഠിച്ചിട്ട് വരുവാണ്. സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യണം, അൺറിയലൈസ്ഡ് ആയിട്ടില്ലേ നമ്മൾ ലോഡിങ്ങിന് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മളോട് കളി, നമ്മൾ സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യും. ദ റിക്വയർഡ് ജേർണൽ എൻട്രീസ് ആർ. അപ്പൊ ജേർണൽ എൻട്രി നമുക്കറിയാം എങ്ങനെ ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള റിസർവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള റിസർവ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ തന്നെ സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ സ്റ്റോക്ക് റിസർവ് കാണിക്കേണ്ടത് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ സ്റ്റോക്ക് റിസർവ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്റ്റോക്ക് കാണിക്കും. പക്ഷെ അതിന്റെ ലോഡിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അതിന്റെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വരുന്ന ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ആണെങ്കിൽ നമ്മൾ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഈ സ്റ്റോക്ക് റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്.
അപ്പോൾ ഈ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് അതേപോലെ അങ്ങ് നോക്കിയാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഇൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇഫ് എനി ഓഫ് ദ ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റ്. ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ്, ആർക്കാണോ അത് കിട്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലുമുള്ള ഗുഡ്സിൽ ഈ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ് ഗുഡ്സ് എത്രയുണ്ടെന്ന് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഡ്സ് മാത്രമല്ലല്ലോ, ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഗുഡ്സും അതിന്റെ പ്രോസസ്സിംഗ് ചാർജസും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കില്ലേ. അപ്പൊ അതല്ലാതെ ആക്ച്വലി ഈ ഗുഡ്സിൽ എത്ര പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗുഡ്സ് ആയിട്ട് വരുന്നത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഇൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇഫ് എനി ഓഫ് ദ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ടാകും, എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സെക്കൻഡ്, ഡിറ്റർമിൻ ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഷ്യോ എന്തായിരുന്നു, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം ഓഫ് ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ്. ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് അവരുടെ പ്രോഫിറ്റ് അല്ലേ ഈ ഗുഡ്സിൽ ഇൻക്ലൂഡഡ് ആയി പോയിരിക്കുന്നത്. ഇപ്പൊ എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, എയുടെ പ്രോഫിറ്റ് ആണ് ബിയുടെ കയ്യിലുള്ള ഗുഡ്സിൽ ഇരിക്കുന്നത്. അപ്പൊ എയുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈ പ്രിപ്പയറിംഗ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഒന്നും കൂടി കൺസിഡർ ചെയ്യണം, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സെയിൽസ്. അപ്പൊ നമ്മുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസും കൂടി കൂട്ടിയ സെയിൽസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സെയിൽസും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സെയിൽസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റോക്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും കിടക്കുന്ന എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ആ സെയിൽസ് എടുക്കുമ്പം ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അപ്ലൈ ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ടു ദ വാല്യൂ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ബട്ട് അൺസോൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് സെയിൽ ചെയ്യാത്ത ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്കിൽ അത്രയും ഗുഡ്സ് അവിടെ ബാക്കിയുണ്ട്. ആ ഗുഡ്സിന്റെ മേലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്രയാണോ ഇവരുടെ ഗുഡ്സ് ഉള്ളത് അതിന്റെ മേലെ എന്ത് ചെയ്യാം, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്യാം. നമ്മൾ ആ ഗുഡ്സ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്കിലതും ക്ലോസിംഗ് സ്റ്റോക്കിലതും. അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്ത് ചെയ്യാം, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്യാം. മനസ്സിലായില്ലേ? ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ഗുഡ്സിന്റെ പെർസെൻറ്റേജ്, ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗുഡ്സിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ഗുഡ്സിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുമ്പോൾ ആലോചിക്കേണ്ടത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെയിൽസ് വേണം എടുക്കാൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുത്തിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിൽ അപ്ലൈ ചെയ്യാം. ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പൊ അതിനകത്തുള്ളതും കൂടി നമ്മൾ ചെയ്യണം അല്ലെ. അതിനകത്തും നമ്മുടെ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റ് കിടപ്പുണ്ടാവും, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കിടപ്പുണ്ടാവും. അപ്പൊ അതിനകത്തുള്ള ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ ഗുഡ്സ് അല്ലേ നമുക്ക് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ആ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വേണം. അപ്പൊ ഇവിടെ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് രണ്ടെണ്ണം വേണം. ഓപ്പണിംഗ് സ്റ്റോക്കിന് ഒരു റേഷ്യോ, ക്ലോസിംഗ് സ്റ്റോക്കിന് ഒരു റേഷ്യോ. ക്ലോസിംഗ് സ്റ്റോക്കിന് ഈ വർഷത്തെ റേഷ്യോ, ഓപ്പണിംഗ് സ്റ്റോക്കിന് കഴിഞ്ഞ വർഷത്തെ റേഷ്യോ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലെയും ക്ലോസിംഗ് സ്റ്റോക്കിലെയും സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ട്രാൻസ്ഫർ ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ ബാക്കി കിടപ്പുണ്ടല്ലോ. ആ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റോക്ക് റിസർവും കൂടി കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് സ്റ്റോക്കിന്റെ മേലെയും ആദ്യം നമ്മൾ
വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം 2 ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ടാവും കഴിഞ്ഞ വർഷത്തെ. തന്നില്ലെങ്കിൽ മാത്രം കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ടും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. മെജോറിറ്റി കേസിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തരും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുത്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യുക. ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുത്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിലും അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് 2 റിസർവ് കിട്ടി. ഈ 2 റിസർവും നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിലും ആയിട്ട് സ്റ്റോക്ക് റിസർവ് എന്ന് കാണിക്കാം. അങ്ങനെ കാണിക്കുന്നതിലും നല്ലത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അതിന്റെ ബാലൻസ് മാത്രം സ്റ്റോക്ക് റിസർവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഒബ്റ്റൈൻഡ് ഇൻ 4ലുള്ള എമൗണ്ട് 3ലുള്ള എമൗണ്ട് എന്ന് മൈനസ് ചെയ്യാം. അപ്പൊ അത് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രം നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്നിട്ട് കാണിച്ചാൽ മതി. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ, മൈനസ് ചെയ്തിട്ട് എടുക്കുന്ന കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടും ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ഫേം ഹാഡ് 2 ഡിപ്പാർട്ട്മെന്റ്സ്, ക്ലോത്ത് ആൻഡ് റെഡിമെയ്ഡ് ക്ലോത്ത്. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒന്ന് റെഡിമെയ്ഡ് ക്ലോത്ത്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തിട്ടായിരിക്കില്ല റെഡിമെയ്ഡ് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. The ready-made clothes were made by the firm itself out of the cloth supplied by the cloth department. ഇപ്പോൾ ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് എടുത്തിട്ടാണ് ഇവിടെ റെഡിമെയ്ഡ് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. അറ്റ് ഇറ്റ്സ് യൂഷ്വൽ സെല്ലിംഗ് പ്രൈസിലാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതും. ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ് പ്രിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2017. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒന്ന് ക്ലോത്ത്, ഒന്ന് റെഡിമെയ്ഡ് ക്ലോത്ത്. ഈ ക്ലോത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ടാണ്, ക്ലോത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റോക്ക് കൊണ്ടാണ് റെഡിമെയ്ഡ് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലുമാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ തന്നു നോക്കാം. അതിൽ നിന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇൻഫർമേഷൻ കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കുക എന്തൊക്കെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്, റെഡിമെയ്ഡ് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 കോളമായിട്ട് നമ്മൾ അതൊക്കെ പഴയതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പർച്ചേസിന്റെ ഡാറ്റ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, സെയിൽസിന്റെ ഡാറ്റ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ട്രാൻസ്ഫർ ടു റെഡിമെയ്ഡ് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തിട്ടുള്ളത്? ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ക്ലോത്ത് ടു റെഡിമെയ്ഡ് ക്ലോത്ത് ആണ്. അപ്പൊ നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിക്കണം അല്ലെ. ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ വരുമ്പോൾ നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ ഡെബിറ്റിൽ ഇവിടെ എന്തിൽ കാണിക്കണം? ആരാ ട്രാൻസ്ഫർ ചെയ്ത? ക്ലോത്ത് അല്ലേ. അപ്പം ക്രെഡിറ്റില് ക്ലോത്ത് കാണിക്കാം, ഡെബിറ്റില് റെഡിമെയ്ഡ് ക്ലോത്ത് കാണിക്കാം. ഓക്കെ, എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് റെഡിമെയ്ഡ് ക്ലോത്തിന് മാത്രം 60,000 തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസ് ക്ലോത്തിനും റെഡിമെയ്ഡ് ക്ലോത്തിനും തന്നിട്ടുണ്ട് 20,000 and 6,000. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 2 lakhും 60,000. അപ്പൊ 2 ഡിപ്പാർട്ട്മെന്റിന് ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഫർമേഷൻ കൂടെ നോക്കാം. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റെഡിമെയ്ഡ് ക്ലോത്തിങ് ഡിപ്പാർട്ട്മെന്റ് മേ ബി കൺസിഡേർഡ് ആസ് കൺസിസ്റ്റിംഗ് ഓഫ് 75% ക്ലോത്ത് ആൻഡ് 25% അതർ എക്സ്പെൻസസ്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റോക്കാണ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ നടന്നു, ക്ലോത്ത് എടുത്തു, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് വെച്ച സാധനമാണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ കിടക്കുന്നത്. അപ്പം ഈ ക്ലോത്തിന്റെ അതേ വാല്യൂ ആയിരിക്കില്ലല്ലോ അതിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത അത്രയും എക്സ്പെൻസസ് എന്ന് വെച്ചാൽ നമുക്ക് എംപ്ലോയീസിന് കൊടുത്ത ചാർജസ്, മെഷീൻ്റെ എക്സ്പെൻസസ്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വെച്ചാൽ മാനുഫാക്ചറിങ് എല്ലാ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ 100 രൂപക്കാണ് സാധനം ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ നമ്മളത് മാനുഫാക്ചർ എല്ലാം ചെയ്ത് റെഡിമെയ്ഡ് ക്ലോത്ത് ആക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ 150 രൂപ നമുക്ക് അതിന് വല്ല കോസ്റ്റ് വന്നെന്നായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ശരിക്കും ക്ലോത്തിന്റെ വാല്യൂ മാത്രം മാറ്റിയെടുക്കണം അല്ലെ. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ready-made clothing department consists of 75% cloth and 25% other expenses. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 75% മാത്രമേ നമുക്ക് ക്ലോത്തിന്റെ വാല്യൂ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും 75% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 75% ആണ് എടുക്കേണ്ടത്. The cloth department earned gross profit at the rate of 15% in 2016. കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 15%. അപ്പൊ നമുക്ക് 2 സ്റ്റോക്കിലുള്ള
ട്രാൻസ്ഫർ ഗുഡ്സ് കാണിക്കണം. അത് നമ്മൾ പറഞ്ഞു 75% എടുത്താൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്. ആരുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് റെഡിമെയ്ഡ് ക്ലോത്തിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഒന്ന് മാറിപ്പോകാൻ പാടില്ല. റെഡിമെയ്ഡ് ക്ലോത്തിങ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എടുത്തിട്ട് അതിൽ 75% ആക്ടിവേറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അതിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുക്കണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കഴിഞ്ഞ വർഷത്തെ തന്നിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മൾ എന്താണ്, ഈ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്യാം. രണ്ടിനെയും സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്ക് റിസർവും നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് ഒരു ഡാറ്റ കൂടി തന്നിട്ടുണ്ട്. ജനറൽ എക്സ്പെൻസ് ഓഫ് ദ ബിസിനസ് കെയിം ടു ₹1,10,000. ജനറൽ എക്സ്പെൻസ് 1,10,000 ആണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം നമുക്ക് എവിടെ ഇൻഫർമേഷൻ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജനറൽ എക്സ്പെൻസ് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യേണ്ട, ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ഫുൾ എമൗണ്ട് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ വേണ്ടതില്ലേ. അപ്പോൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. 3,50,000 ആണ് രണ്ടെണ്ണത്തിന്റെ. പെർച്ചേസ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 2,15,000 ആയിരുന്നു. ഇനി നെക്സ്റ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 22,00,000 4,50,000. അത് നമ്മൾ എൻറ്റർ ചെയ്തു. ഇത്രയും എൻറ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ട്രാൻസ്ഫർ തന്നിട്ടുണ്ട് അല്ലേ. ട്രാൻസ്ഫർ ടു റെഡിമെയ്ഡ് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആരെ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്, ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ രണ്ട് സൈഡിലും ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് കാണിക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആരെ ട്രാൻസ്ഫർ ചെയ്ത, ക്ലോത്ത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ക്ലോത്തിന്റെ കോളത്തിൽ എഴുതാം. ഡെബിറ്റ് സൈഡിൽ റെഡിമെയ്ഡിന്റെ കോളത്തിൽ എഴുതാം. 3 lakh എന്ന് പറഞ്ഞ എമൗണ്ട് രണ്ടിലും കാണിക്കാം. പിന്നെ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. നമുക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, റെഡിമെയ്ഡിന് മാത്രം 60,000. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി 40,000 85,000. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതാനുള്ള ഒരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ. സെല്ലിംഗ് എക്സ്പെൻസ് 20,000 6,000. അത് എൻറ്റർ ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റും കൂടി കിട്ടി 3,80,000 79,000. ഇവിടെ വരെ ചെയ്ത് വെക്കാം. ശരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ നമ്മൾ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. പക്ഷെ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വേണം. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ആദ്യം തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യാം. അതിനുശേഷം റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് റിസർവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും ഉള്ള ട്രാൻസ്ഫേർഡ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു, 75% അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആരുടെ എടുക്കണം, റെഡിമെയ്ഡ് ക്ലോത്തിങ്ങിന്റെ റെഡിമെയ്ഡ് ഡിപ്പാർട്ട്മെന്റിന്റെ എടുക്കണം. അപ്പോൾ റെഡിമെയ്ഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു, 50,000. 50,000 എത്രയായിരുന്നു ക്ലോത്ത്, 75%. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എത്ര തന്നിരിക്കുന്നത്, 60,000 അല്ലേ. അതിനകത്തും 75% ക്ലോത്ത് ആണ്. അപ്പം എടുക്കുമ്പോൾ മാറി പോകാൻ പാടില്ല. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ആർക്കാണോ കിട്ടിയിരിക്കുന്നത് അവരുടെ സ്റ്റോക്കിൽ ട്രാൻസ്ഫർ ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ ട്രാൻസ്ഫർഡ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ രണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഒന്ന് 2016 വേണം, 17 വേണം. 16 15% നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 17 ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ആരുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് കണ്ടത്, ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ. ഇപ്പോൾ ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് ക്ലോത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ, 4 lakh ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെ. സോറി, ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സെയിൽസ് എന്ന് പറയുമ്പോൾ നോർമൽ സെയിൽസ് 22 lakhs ഉണ്ടായിരുന്നു, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ 3 lakh ഉണ്ടായിരുന്നു. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം സെയിൽസ് എടുക്കാൻ. അപ്പൊ നമുക്ക് 16% കിട്ടി 2017 പെർസെൻറ്റേജ്. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ട്രാൻസ്ഫേർഡ് ഗുഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 37,500.
അതിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഏത് റേഷ്യോ എടുക്കണം? കഴിഞ്ഞ വർഷത്തെ റേഷ്യോ 15%. അപ്പം നമുക്ക് 5625 കിട്ടി. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക. ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ ഗുഡ്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 45,000. അതിന് മേലെ ഏത് പെർസെൻറ്റേജ് എടുക്കണം? ഈ വർഷത്തെ പെർസെൻറ്റേജ് 16%. നമുക്ക് എമൗണ്ട് കിട്ടി 7,200. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് റിസർവ് എവിടെ ട്രാൻസ്ഫർ ചെയ്യാം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വരാം? ആ ക്യാൻസൽ ആയിട്ട് ഡെബിറ്റ് സൈഡിൽ 1575 അല്ലേ വരാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ 1575 ആയിട്ട് കാണിച്ചാലും മതി, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ കാണിച്ചാലും ഓക്കെയാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ? ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യാം. ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാത്ത ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ജനറൽ എക്സ്പെൻസ്. അത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി സ്റ്റോക്ക് റിസർവ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഡിഫറൻസ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ക്രെഡിറ്റ് സൈഡിൽ എത്ര കാണിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എത്രയായിരുന്നു? 5,625. ഡെബിറ്റ് സൈഡിൽ 7,200 ആയിട്ട് കാണിച്ചാലും മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി അത് രണ്ടും ക്യാൻസൽ ആയിട്ട് ഡെബിറ്റ് സൈഡിൽ 1575 ആയിട്ട് എഫക്റ്റ് വരും. ഇനി നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് നെറ്റ് പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഈ ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് ഒന്നും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ മാർക്കറ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ ജനറൽ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യണം. ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ട്രാൻസ്ഫേർഡ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഗുഡ്സ് ട്രാൻസ്ഫർ കിട്ടിയ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ആരുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ? ട്രാൻസ്ഫർ ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അതിനുശേഷം ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ രണ്ട് സ്റ്റോക്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് റിസർവ് കിട്ടും. ഇതേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത മെത്തേഡിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് റിസർവ് കൂടി അപ്ലൈ ചെയ്താൽ മാത്രം മതി. സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അതും കൂടി കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.